കൂട്ടത്തിൽ ആഭരണം ഊരുക എന്നൊരു വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം ബന്ധുക്കോസിലായെന്ന്. സഹോദരിമാരാണല്ലോ. അതെ അതെ അതെ. നമ്മളെ ഈ ചരിത്രത്തിൽ നമ്മൾ ചെയ്തൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോഴും. വലിയ അബദ്ധമായിരുന്നു, വലിയൊരു അബദ്ധമാണ്. നല്ല ഉദ്ദേശത്തിൽ ചെയ്തത്, പക്ഷെ അത് ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാൻ തക്കവണ്ണം തടസ്സമായി തീർന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധത്തിനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ചെറിയ കൂട്ടമായ കർത്താവ്, ഞങ്ങളുടെ സ്നേഹിതനും ഞങ്ങളുടെ വീണ്ടെടുപ്പും ഞങ്ങളുടെ നീതീകരണവും ഞങ്ങളുടെ ജ്ഞാനവുമായിരിക്കുന്ന ക്രിസ്തുവേശുവിനോട് കൂടെ ഒരു കൂട്ടായ്മ നൽകിയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കർത്താവെ, യെസ്, നീ മാത്രം യോഗ്യൻ. ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട് പാപയാഗമായി തീർന്ന നീ മാത്രമേ സ്തുതിക്കും സ്തോത്രത്തിനും ശക്തിക്കും ബലത്തിനും യോഗ്യനുള്ളൂ. മറ്റൊരുത്തരുമില്ല കർത്താവെ, മറ്റൊരുത്തരുമില്ല. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥൻ നീ മാത്രമേ ഉള്ളൂ. ആ സ്നേഹത്തിൻ്റെ മുമ്പ് ഞങ്ങൾ ഓരോരുത്തരും ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. തിരുവഴുത്തല ധ്യാനിപ്പാൻ കർത്താവ് കൃപ നൽകിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ലൈവായിട്ട് കേൾക്കുന്നവരെയും കർത്താവ് യൂട്യൂബിൽ കേൾക്കുന്നവരെയും കർത്താവെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സത്യം മനസ്സിലാക്കാൻ ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ ഹൃദയങ്ങളെ തുറന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് നിൻ്റെ വരവിനായി ഒരുക്കിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം, കരുതലിനായി സ്തോത്രം. ഇസ്രായേലിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ സ്തോത്രം. നമുക്ക് തലകളെ വണക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളിൽ ഇടപെടുവാനും അവയെ സംസാരിപ്പാനും കേൾക്കുവാനും കേൾക്കുന്നത് ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് വിത്തിൻ്റെ ഉപമയെ കുറിച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷമൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തു കേൾക്കുന്നു. മറ്റിടത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു. ഇതൊക്കെ നമ്മൾ തന്നെ വിവേചിക്കേണ്ടതാണ്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അല്പമായിട്ട് റെവറൻറ്റ് പാസ്റ്റർ KC ജോർഡിനെ കുറിച്ച് അവർ പാസ്റ്റർ അച്ചൻകുഞ്ഞ്, അതായത് അലലി മാഗസിൻ്റെ ഉത്തരവാദി, അതുപോലെ തന്നെ അത് മാഗസിൻ്റെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള ചില ഡിസ്കഷനെ കുറിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. അതായത് നമ്മളതിനൊന്ന് റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ പലർക്കും ക്രിസ്തീയ ഗോളത്തിലൊരു ചിന്താഗതിയുണ്ട്, നമ്മൾ ഇത്തരം ഹയർ ലെവലിരിക്കുന്നവരെ ജഡ്ജ് ചെയ്യാൻ പാടുണ്ടോ, വിധിക്കുവാൻ പാടുണ്ടോ. വിധിക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അന്യനെ വിധിക്കുന്നവനെ നീ തന്നെ വിധിക്കാതിരിക്കുന്നത്, നീ വിധിക്കുന്ന വിധിയാത്തന്നെ നീ വിധിക്കപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ബൈബിൾ വാക്യങ്ങൾ ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവവചനപ്രകാരം എന്തിനെയെല്ലാം വിധിക്കുവാൻ അധികാരമുണ്ട്. ഈ ക്രിസ്തീയ ഗോളത്തിൽ ഞാൻ ക്രിസ്തീയ ഗോളം എന്ന് പറയുമ്പോൾ ദ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ. ആർക്കാണ് ക്രിസ്ത്യൻസ് എന്ന് പേര് കിട്ടിയത്? ശിഷ്യന്മാർക്ക്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്കാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പേരായത്. ക്രിസ്ത്യണ്ടത്തിന് എല്ലാവർക്കുമല്ല. ഇതൊക്കെ കീ ആയിരിക്കുന്ന വേർഡ്സ്, കീ ആയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാണ്. ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പേര് കൊണ്ടോ സർക്കാരിൻ്റെ രജിസ്റ്ററിലോ അല്ലെങ്കിൽ സ്കൂൾ രജിസ്റ്ററിലോ റിലീജിയൻ ചോദിക്കുമ്പോൾ ക്രിസ്ത്യൻ എന്നതുകൊണ്ട് നമ്മൾ ആരും ക്രിസ്ത്യൻ ആകുന്നില്ല. ഞാൻ ഇത്ര ശബ്ദം ഉയർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഇമോഷണലായിട്ടല്ല. ഓരോ മനുഷ്യൻ്റെയും പ്രാണിൻ്റെയും ആത്മാവിൻ്റെയും വില എന്താണെന്ന് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൂടെ മനസ്സിലാക്കി, ക്രിസ്തുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ മൂല്യം മനസ്സിലാക്കി, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ആത്മാവിനും, അവിടെ ഉള്ളിലിരിക്കുന്ന ഓരോ മനുഷ്യാത്മാവിൻ്റെയും ആരാണ് അതിൻ്റെ ഉടയവൻ, അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കൊടുത്ത വില ഈസ് ഈക്വൽ ടു യേശു ക്രിസ്തുവിൻ്റെ ജീവനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭയഭക്തിയോടുകൂടിയാണ് സംസാരിക്കുന്നത്. തൻ്റെ ശരീരമാകുന്ന സഭയെ ഡിഫൈൽഡ് ആകാതെ വേണം സൂക്ഷിക്കണം. ഈ ഉത്തരവാദിത്വം ദൈവദാസന്മാരുടെ തന്നെയാണ്. അപ്പം ഞാൻ ശബ്ദമേറ്റ് സംസാരിക്കുമ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുകയാണ്, ഇത്ര ഇമോഷണൽ ആകാണ്ട് സമാധാനമായിട്ടൊന്ന് കൂളായിട്ടൊന്ന് ചിന്തിക്കുക. ഇതൊക്കെ സൈക്കോളജിയാണ്.
ദൈവാത്മാവ് സൈക്കോളജിയിലല്ല നടത്തുന്നത്. ശാന്തമായിട്ടും സംസാരിക്കും, മൃദുവായിട്ടും സംസാരിക്കും. കാഹളം പോലെ ഇതിൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവിടെ അകൃത്യത്തെ പാപത്തെയും വിളിച്ചു പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ഏശയ്യാ 58. അത് പഴയ നിയമമല്ലേ? ഞാൻ പിന്നെ കുറച്ച് റിബ്യൂക്ക് ചെയ്ത്, കുറച്ച് മോക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാവർക്കും ഇതിൻ്റെ ഹിസ്റ്ററി അറിയില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ സ്ലൈഡിൻ്റെ ആരംഭത്തിൽ ഞാൻ കാണിച്ചല്ലോ, ആ 3 പേരിലും പാസ്റ്റർ KC ജോണിനെ ഇവരാഗ്രഹിക്കുന്ന ആൻസർ കിട്ടത്തക്കവണ്ണമുള്ള ക്വസ്റ്റ്യൻ ഇടുകയാണ് ചെയ്യുന്നത്. സാധാരണ പോലീസൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണത്. പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പല പല ക്വസ്റ്റ്യൻസ്, പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ അവരാഗ്രഹിക്കുന്ന ആൻസർ കിട്ടത്തക്കൊണ്ട് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇവ പെട്ടെന്ന് ഇമോഷണൽ അല്ലെങ്കിൽ പെട്ടെന്ന് അത്ര ചിന്തിക്കാതെ ആൻസർ അങ്ങ് പറഞ്ഞു കളയും. അതവർ റെക്കോർഡ് ചെയ്യും, മൊഴിയായിട്ട് രേഖപ്പെടുത്തും. പക്ഷെ കോടതി ചെല്ലുമ്പോൾ പോലീസ് പേടിപ്പിച്ച് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭൗതിക കോടതിയിലൊക്കെ മാറാം. ഞാനൊരു ഉപയോഗിക്കുന്ന ട്രിക്സ് പറഞ്ഞതാണ്. അപ്പോൾ അത് ചോദിക്കേണ്ട ചോദ്യം കേട്ടിരുന്നോ? അപ്പോൾ നമ്മൾ ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ, അല്ല ഇങ്ങനെ വേറെ കാര്യമാണ് പറഞ്ഞത്. അതെന്താണ്? നമ്മൾ ചെയ്തൊരു അബദ്ധമായി പോയി അല്ലേ? പൂർണ്ണമായിട്ട് അബദ്ധമായി. അവർ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ട് അവരാഗ്രഹിക്കുന്ന ആൻസർ എടുക്കുക. ആരുന്ന സ്റ്റേറ്റിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളിൽ നിന്ന് കേൾക്കുന്നവരോ. ഞാനൊരാൾക്ക് മറുപടി ചെയ്തിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പത്രോസിനെ അതികഠിനമായ രീതിയിൽ റിബ്യൂക്ക് ചെയ്തു. എന്തുകൊണ്ടാണ്? ജാതികളുടെ ഇടയിൽ പൗലോസ് കടന്നു നിന്ന് വേല ചെയ്തെടുത്ത് പത്രോസ് കടന്നു വന്നപ്പോൾ ജാതികളുടെ കൂടത്തിൽ അവൻ ഭക്ഷിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്തു. ജാതികളുമായിട്ടുള്ള ഇടപെടൽ യഹൂദന്മാർക്ക് നിഷിദ്ധമാണ്, വചനപ്രകാരം തന്നെ നിഷിദ്ധമാണ്. എന്നാൽ പത്രോസിൽ കൂടെ നടന്ന വേലത്തെയാണ് 10-ാം അധ്യായത്തിൽ കൊർന്നേലിയസിന്റെ ഭവനത്തിൽ നടന്നത്. ജാതികളുടെ മാനസാന്തരം പത്രോസിൽ കൂടെ തന്നെയാണ് നടന്നത്. പിൽക്കാലത്താണ് പൗലോസ് വരുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ മാനസാന്തരവും ജാതികളുടെ മാനസാന്തരവും പത്രോസിൽ കൂടെ തന്നെയാണ് നടന്നത്. ആ പത്രോസ് തന്നെയാണ് ജാതികളുടെ ഇടയിൽ പൗലോസ് ചെയ്ത വേല സ്ഥലങ്ങളിൽ ചേർത്ത് ജാതികളുടെ ഇടയിൽ അവരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ യെരൂശലേമിൽ നിന്ന് ചിലർ വന്നപ്പോൾ പത്രോസിന്റെ സ്റ്റാൻഡ് മാറി, അവരോടുകൂടെ ഭക്ഷണം കഴിക്കാതെയായി. ഇത് കണ്ടിട്ട്, അതായത് ലീഡർഷിപ്പിൽ ടോപ്പിൽ നിൽക്കുന്ന പത്രോസിന്റെ മാറ്റം കണ്ടിട്ട് പൗലോസ് പറയുന്നത് ബർണബാസ് പോലും തെറ്റിപ്പോവാൻ കാരണമായി തീർന്നു. ഈ പൗലോസിനെ തേടി പിടിച്ച് കണ്ടുപിടിച്ചത് ബർണബാസ് ആണ്. പൗലോസിന്റെ കൂടെ കൈത്താങ്ങലായതെന്തും ബർണബാസ് ആണ്. ആ ബർണബാസ് പോലും തെറ്റിപ്പോവാൻ കാരണമായി തീർന്നത് പറയുമ്പോൾ ആരെ തെറ്റിപ്പോയത്? ബർണബാസ് ആണ് പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവ പൈതൽ ഒരു ലീഡർഷിപ്പിൻ്റെ റോങ് ഡിസിഷൻ കൊണ്ട് തെറ്റിപ്പോവാൻ കാരണമായി തീർന്നു. അതിനെയാണ് പൗലോസ് വന്നിട്ട് എല്ലാവരുടെ മുമ്പാകെ പരസ്യമായിട്ട് ശാസിക്കുന്നത്. എന്തിനു വേണ്ടിയാ? അന്ന് അല്പമായിട്ട് പൗലോസ് ഒന്ന് അയഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ, കള്ളുകുടിക്കരുന്ന് മറ്റു കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്, ജാതികളുടെ മര്യാദ അനുസരിക്കണം എന്നല്ലല്ലോ പറയുന്നത്. ദൈവം തന്നെ എഴുതി കൊടുത്ത ന്യായപ്രമാണത്തിൽ ചില കാര്യങ്ങൾ ഫോളോ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞൊക്കെ വലിയ കാര്യം നല്ലല്ലോ. അന്ന് അതും കൂടി ഒന്ന് തൽക്കാലത്തേക്ക് അങ്ങ് ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് ഓക്കെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അതേ പൗലോസ് തന്നെ ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ലയോ? സ്തോത്രം. ന്യായപ്രമാണ പ്രകാരമുള്ള ചില കാര്യങ്ങൾ പൗലോസ് തന്നെ ചെയ്തിട്ടുണ്ട്, മുടി കത്തിരിക്കുന്ന കാര്യത്തിലൊക്കെയും. അപ്പോൾ അവിടെ പൗലോസ് ഈ പത്രോസിന്റെ കാര്യത്തിൽ അല്പമായിട്ട് അഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് യഹൂദന്മാരിൽ അനേകരെ നേടാമായിരുന്നു. ഇവിടെയും അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്കഷന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ആഭരണം റിമൂവ് ചെയ്യണമെന്നൊരു വ്യവസ്ഥ വെച്ചില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാവരും പെന്തിക്കോസിലായേനെ. സഹോദരന്മാരെ, കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ദൈവവചനം പെന്തിക്കോസിലാക്കാൻ തന്നതല്ല. യേശു ക്രിസ്തു ഫിസിക്കലായിട്ടൊരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, ഒരു മതം ഉണ്ടാക്കാൻ വന്നതല്ല. ഇന്ന് ഫിസിക്കലായിട്ട് കാണാൻ യാതൊരു ചർച്ചും തന്നെ യേശു ക്രിസ്തുവിന്റെ അല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല, ടാൻജബിൾ അല്ല. ഫിസിക്കലായിട്ട് അപ്പിയർ ആവുന്ന കാകളനാഥ് കേൾക്കുമ്പോഴാണ് ഫിസിക്കലായിട്ട് അപ്പിയർ ആകുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലാണ് ഇപ്പോൾ പണി നടക്കുന്നത്. ചില കൺസെപ്റ്റുകൾ ക്രിസ്ത്യൻഡത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് കോളത്തിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ വിധിക്കാൻ പാടില്ല, ഇങ്ങനെ ദേവദാസന്മാരെ കുറിച്ച് പറയാൻ പാടുണ്ടോ, ശപിക്കപ്പെട്ടു പോകും, നിങ്ങളുടെ തലമുറ മുടിഞ്ഞു പോകും, ഇങ്ങനെയൊക്കെ ഭയാനകപ്പെടുത്തി ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അനേക വാക്യങ്ങൾ കോട്ട് ചെയ്യാം.
എന്താണെന്നറിയോ? ക്രിസ്തുമായിട്ട് പേഴ്സണലായിട്ട് റിലേഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ എവിടെയും പറയുന്നത് അങ്ങനെ അന്ധമായിട്ടൊക്കെ വിശ്വസിക്കും. ഇത് വെറും മിഥ്യാധാരണയാണ്. ക്രിസ്ത്യൻഡത്തിൽ മറ്റൊരു മിത്തോളജി കൊണ്ടുവരിക. നാം പുതിയ നിയമത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്ന ലീഗലിസം അല്ല. ക്രിസ്തു എന്ന വ്യക്തിയെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് അനുസരണത്തിൽ തികഞ്ഞവരായി ക്രിസ്തുവിനെ പോലെ അനുരൂപപ്പെട്ട് ദൈവസന്നിധി നമ്മൾ യോഗ്യന്മാരായി തീരണം. ഇതിനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അനേക ക്ലാസ്സുകൾ എടുക്കണം. ഇപ്പം ലൈവായിട്ട് കേൾക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ, നമുക്ക് വിധിക്കുവാൻ അധികാരമുണ്ടോ? നിങ്ങൾക്കൂടെ വായിക്കാൻ സാധിക്കും. വാക്യങ്ങൾ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. ജഡ്ജ് റേഷ്യസ്ലി. ഇവിടെ മലയാളത്തിൽ വരുമ്പോൾ ചില വാക്യങ്ങളുടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:24 നമുക്ക് വാക്യം ഇവിടെ വായിച്ചു പോകാം. ജോൺ ചാപ്റ്റർ 7:24. ജോൺ ചാപ്റ്റർ 7:24. മോശയുടെ ന്യായപ്രമാണം നീക്കം വരാതിരിപ്പോൾ ശബത്തിൽ മനുഷ്യൻ പരിച്ഛേദന നിൽക്കുന്നുവെങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയെന്ന് എന്നോട് ഈർഷ്യപ്പെടുന്നുവോ? അവിടെ പറയാണ്, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. ഇംഗ്ലീഷിൽ എന്തായിരിക്കുന്നത്? ജഡ്ജ് നോട്ട് അക്കോർഡിംഗ് ടു ദ അപ്പിയറൻസ്. ജഡ്ജ് ചെയ്യരുതെന്നല്ല പറഞ്ഞ, എക്സ്റ്റേണൽ അപ്പിയറൻസ് കൊണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ജഡ്ജ് റൈഷ്യസ്ലി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഇവരുടെ ഹിസ്റ്ററി എന്താണ്, ഇവിടെ ആരംഭം എങ്ങനെയാണ്, പെന്തിക്കോസ്തിന്റെ ആരംഭത്തിൽ എങ്ങനെയായിരുന്നു ദൈവദാസന്മാർ, എന്തുകൊണ്ടാണ് ഇവർക്ക് ചേഞ്ച് സംഭവിച്ചത്, ഇതിനെക്കുറിച്ച് ആത്മാവിൽ മനസ്സിലാക്കിയിട്ടും ഇന്നും പലർക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിൽ മനസ്സിലാക്കിയിട്ടും ഞാൻ എന്നെ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടാണ് ശുശ്രൂഷ നടത്തുന്നത്. ഞാൻ പറഞ്ഞില്ല, വീണ്ടും ജനം പ്രാപിച്ച ഒരു ദൈവ പൈതൽ 3 വിധത്തിലുള്ള ശത്രുക്കളുള്ളതാണ്. ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ജഡം നമ്മളെ ഉള്ളിൽ തന്നെയുണ്ട്. മറ്റൊന്ന് വേൾഡ്, ലോകത്തെയും ലോകത്തിലുള്ളവരെ സ്നേഹിക്കരുത്. മറ്റൊന്നാണ് സൈറ്റാനിക് കിങ്ഡം. ഈ 3 ശത്രുക്കളുടെ മുമ്പിലും ക്രിസ്തുവിനെ കൂടാതെ ജയിപ്പാൻ നമുക്ക് സാധ്യമല്ല. വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്തരം ഓപ്പോസിഷൻ ഇല്ലാത്തവരെ വീണ്ടും ജനം പ്രാപിച്ചിട്ടില്ല. ഇന്നും പാപത്തിന്റെ അടിമത്തിൽ കിടക്കുകയാണ്. പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന, ദൈവത്തിന്റെ അടുത്ത് വന്നിരിക്കുന്ന നമ്മൾ. റോമൻസ് ചാപ്റ്റർ 6:18. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ പാപത്തിന്റെ ദാസ്യത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരാം. എങ്ങനെയാ? നമ്മളൊരു മോറൽ ഏജന്റ് ആയിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമുക്ക് തരുന്ന പ്രേരണകളെ മനസ്സിലാക്കിയെടുത്ത് അവനങ്ങനെ ക്രിസ്തുവുമായിട്ട് അനുസരണത്തിൽ തികയുന്ന ഒരു സോൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. സ്വർഗത്തിൽ ഡാർക്ക്നെസ് ഇല്ല. ദൈവത്തിന്റെ കരുണ കൊണ്ട് ഒരുത്തനെയും അങ്ങോട്ട് എടുക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ കരുണ കൊണ്ട് പുത്രനെ പാപയാഗമായിട്ട് തന്നു. ഇപ്പൊ നിങ്ങളെ നടത്തുവാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നു. പരിശുദ്ധാത്മാവ് ചെന്ന് നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ സെൽഫ് എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്ന് അതിന്റെ റീപ്ലേസ്മെന്റ് ആയിരിക്കുന്ന ക്രിസ്തുവിനെ, നമ്മുടെ സെൽഫിനെ റിനൗൺസ് ചെയ്യുവാൻ, എന്നേക്കുമായിട്ട് ഉപേക്ഷിപ്പാൻ തയ്യാറാകുമ്പോൾ മാത്രം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്ന ഡ്യൂട്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ. ഇതിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ അറിയാത്തവരാണ് അയ്യോ വിധിക്കരുത്. ഇവിടെ വിധിക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ജഡ്ജ് നോട്ട് അക്കോർഡിംഗ് ടു ദ അപ്പിയറൻസ്. കാഴ്ചപ്രകാരം വിധിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ് വിധിക്കരുതല്ലേ. ഇവിടെ വചനം മനസ്സിലാകുന്നതുകൊണ്ട് ആ കയറി വിധിക്കല്ലേ. നീതിയുള്ള വിധി വിധിപ്പിൻ. നെക്സ്റ്റ്, ജഡ്ജ് ഓൾ തിങ്സ്. 1 Corinthians chapter 2:15. 1 Corinthians chapter 2. നിങ്ങൾ നോട്ട് ചെയ്യണം, എഴുതിക്കൊള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ പ്രാകൃത മനുഷ്യൻ ആത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതായാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. അടുത്ത വാക്യം, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നോക്ക്. But he that is spiritual judgeth all things. സ്പിരിച്വൽ ആയിരിക്കുന്ന ആത്മീകൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടത്തപ്പെടുന്നവൻ.
ഞാൻ ഈ ശരീര പ്രാണ ആത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈവായിട്ട് കേൾക്കുന്നവർക്ക് അറിയാം. അത് നമ്മളിൽ മനുഷ്യാത്മാവിൽ കൂട്ടായ്മ എന്നൊരു ഘടകമുണ്ട്. ഈ മനുഷ്യാത്മാവിൽ കൂട്ടായ്മ എന്ന ഘടകമാണ് ഈ പുറമേയുള്ള ആത്മീക ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഹ്യൂമൻ സ്പിരിറ്റില് കൂട്ടായ്മ എന്ന ഘടകം, അല്ലെങ്കിൽ ഫെല്ലോഷിപ്പ് എന്ന ഘടകം, ആ ഘടകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസ് വേണമെന്ന് പറയാം, ആത്മീക ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത്. ആത്മീക ലോകത്തിൽ അനേക സ്പിരിറ്റുകളുണ്ട്, തൗസൻഡ്സ്, ബില്യൺസ്. അതിനകത്ത് ദൈവരാജ്യത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ്, വീണ്ടും ജനനം പ്രാപിക്കാത്തവർക്ക് വേണ്ടി ദുഷ്ടാത്മാവിന്റെ ലോകം. അതാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന് അധിപതി, സ്വർലോക ദുഷ്ടാത്മ സേന. അവയുമായിട്ട് കെട്ടിപ്പിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, പിശാചിനോട് എതിർത്തു നിൽപ്പേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന് അധിപതികളും സ്വർലോക ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പൊ നമ്മുടെ ഈ മനുഷ്യാത്മാവിലെ കൂട്ടായ്മ എന്ന ഘടകത്തിലേക്ക് ഒരു പ്രേരണ വരുമ്പോൾ അത് എവിടെ നിന്നുള്ളതാ? ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് ഈ പവർ മിനിസ്ട്രിക്കാർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ യോഗാസനത്തിലും ചെയ്യുന്നത്. ഞാൻ ചിത്രങ്ങളൊക്കെ കാണിച്ച് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ സ്നാനത്തിൽ, വിശ്വാസിയുടെ സ്നാനത്തിൽ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കുന്ന ശുശ്രൂഷ, ഐഡന്റിഫൈ വിത്ത് ദ ക്രൈസ്റ്റ്, ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ സ്വയത്തിന് മരിച്ചു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെടുന്നു, ഇനിയുള്ള ജീവിതം ഞാൻ പുനരുദ്ധാന ശക്തിയോടുകൂടെ ജീവിക്കും. അതാണ് ഒരു വിശ്വാസിയുടെ സ്നാനം. എന്നാൽ യോഗാസനത്തിൽ ഇരിക്കുന്നവൻ ചെയ്യുന്ന എന്താണ്? നിങ്ങൾ യോഗാസനത്തിൽ ഇരിക്കുന്നവരുടെ പല യോഗങ്ങളുണ്ട്. അത് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ശരീരത്തെ ശിവന്റെ പ്രതിമയോട് അനുരൂപമാക്കുന്നു. അങ്ങനെ അനേക സമയം ഇരിക്കുമ്പോൾ ഈ കുണ്ടാലിനി എന്ന് പറയും. സഭാപ്രസംഗിൽ 12-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. ഇതിങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തോ അല്ലെങ്കിൽ നെറുകയിൽ വരും. ഇങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്. ഇങ്ങനെ കൈയൊന്ന് വീശുമ്പോൾ അവർ അനേക വചനങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയല്ല പറയുന്നത്, ശരീരത്തിന് വേണ്ടിയോ ഈ ലോകത്തിന്റെ നന്മകൾക്ക് ആവശ്യമുള്ള സ്റ്റിമുലേഷൻസ് അല്ലെങ്കിൽ പ്രേരണ കൊടുത്ത് ജഡത്തെ ഇളക്കിയാണ് ചെയ്യുന്നത്. പ്രാണനിലുള്ള മോഹത്തെ ഇളക്കി അനുഗ്രഹത്തിന്, പഴയ നിയമത്തിൽ നിന്നും അബ്രഹാമിനെ അനുഗ്രഹിച്ചത്, യാക്കോബിനെ അനുഗ്രഹിച്ചത്, ഇങ്ങനെ അങ്ങ് ഇളക്കിയിട്ട് വേൾഡിലെ സമ്പത്തിലേക്കുള്ള മോഹങ്ങൾ വർദ്ധിപ്പിച്ച് ഒന്ന് കൊടുത്താൽ 10 കിട്ടും. ഇങ്ങനെ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ കുണ്ടാലിനെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് ഈ വേൾഡിൽ പുറമെയുള്ള സ്പിരിറ്റുകളുമായിട്ട് ബന്ധപ്പെടാൻ സൗകര്യപ്പെടുന്നത്. അപ്പോഴാണ് കൈയൊന്ന് വീശുന്നതറിയോ? അവനിൽ കൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവ് വന്ന് നിങ്ങൾ അകത്തു കയറും. അപ്പോഴാണ് ബോധം കെട്ട് പോലെ മലനടിച്ച് വീഴുന്നത്. പ്രസംഗിക്കുന്നത് യഹോവയുടെ മഹത്വം കണ്ടപ്പോൾ കവിട് വീണെന്ന് പറഞ്ഞിരിക്കുന്നത്. യോഗന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ഗ്ലോറിഫൈഡ് തേജസ്സിനെ കണ്ടപ്പോൾ മരിച്ചവരെ പോലെയായി. അവരാരും മലന്നല്ല വീണത്. ഇത് ക്രിസ്ത്യൻ യോഗ. ഇതൊക്കെ അനേക ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. ഈ ലൈവായിട്ട് കേൾക്കുന്നവർക്കൊക്കെ അറിയാം. വെറുതെ പോഷകരമായിട്ട് അവിടെ കയറി ഒന്നും പ്രസംഗിച്ചതല്ല. അപ്പോൾ സ്പിരിച്വല് പരിശുദ്ധാത്മാവിലെ നിയന്ത്രിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹ്യൂമൻ സ്പിരിറ്റിലെ ഒരു ഘടകമാണ് ഫെല്ലോഷിപ്പ്. ഫെല്ലോഷിപ്പ് എന്നതിന്റെ മലയാളം ഡിക്ഷണറി മീനിങ് എന്താ? ഒരേ സ്വഭാവമുള്ളവർക്ക് അല്ലെങ്കിൽ ഒരേ ആശയമുള്ളവരുടെ സംഘാംഗത്വം. ഇപ്പം നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലേ, ഒരേ അഭിപ്രായമുള്ളവർ ഓരോരോ പാർട്ടി. അതിന് തെറ്റിക്കഴിഞ്ഞാൽ എന്താവും? ആ പാർട്ടി വിട്ട് വേറെ പാർട്ടിയിൽ പോകും. സഭയ്ക്കകത്ത് ആ പരിപാടിയുണ്ട്. ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഒരു ബോഡിയായിട്ട് പ്രവർത്തിക്കും. വ്യാജമായിട്ടൊരു ഉപദേശം കേട്ടുകൊണ്ട് വ്യാജ ഒരു സ്പിരിറ്റ് ഈ ഫെല്ലോഷിപ്പിൽ കടന്നു വരുമ്പോൾ പിന്നെ അവനോട് സ്വസ്ഥത കെടും, അവൻ മാറിപ്പോകും. 2 ജോണിൽ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളത് വായിക്കും. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുമായിരുന്നു, അവർ നമുക്കുള്ളതല്ല എന്ന് വെളിപ്പെടരുതിന് അവർ പോയിരുന്നു. എന്തുകൊണ്ടെന്നാ അവിടെ ഫെല്ലോഷിപ്പിനകത്ത് വേറൊരു സ്പിരിറ്റ് കടന്നു വന്നു. ഇങ്ങനെ ദുഷ്ടാത്മ ലോകത്തിലുള്ള വ്യാജ സ്പിരിറ്റുകളോടൊക്കെ യുദ്ധം ചെയ്ത് അവ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് അവയെ കൊണ്ട് തന്നെ സാക്ഷ്യം പറയിപ്പിച്ച്
അവയെ കാൽക്കീഴാക്കിയിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. വെറുതെ കയറി വിധിക്കുകയല്ല, കണ്ണടച്ച് വെടിവെക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ. നെക്സ്റ്റ്, judge the preaching. 1 Corinthians 14:29. 1 Corinthians chapter 14:29. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ എന്ന വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. Let the prophets speak 2 or 3 and let the other judge. വിധിക്കുവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. പ്രവചിക്കുന്നവൻ ആത്മാവിൽ, പരിശുദ്ധാത്മാവിനെ ചർച്ചിനെ എഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പ്രവചിക്കുന്നത്. നിനക്ക് വിസ കിട്ടുമെന്നാണ് പ്രവചിക്കുന്നത്, നിന്റെ മക്കൾ അമേരിക്കയിൽ പോകുന്നതാണ് പ്രവചിക്കുന്നത്. ഇങ്ങനെയാണ്. അല്ല, ഇലക്ഷനിൽ നീ അടുത്ത ഇലക്ഷനിൽ 102 സീറ്റ് കിട്ടുമെന്നാണോ പ്രവചിക്കുന്നത്? നിന്നെ അതിനാണോ പ്രവചനം? വിവേചിക്കെന്ന് പറഞ്ഞാൽ കർത്താവേ സ്തോത്രം 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 അവനിക്കുന്ന സ്പിരിറ്റ് എന്നല്ല, വചനപ്രകാരം തന്നെ നീ പ്രവചന ശുശ്രൂഷ ചർച്ചിന്റെ എഡിഫിക്കേഷൻ, ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാനാണോ നീ പ്രവചിക്കുന്നത്? അതിനെ ജഡ്ജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകനല്ലയോ, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇങ്ങനെ കുറെ ഫൈറ്റിങ് കണ്ട് അതിനകത്ത് ശരിയും തെറ്റും മനസ്സിലാക്കി അനേക ഗുസ്തികൾ 10-35 വർഷങ്ങൾ കൊണ്ട് പഠിച്ച് ഇതെല്ലാം പ്രാക്ടിക്കൽ, ശരി എന്ത് തെറ്റെന്ത് ജീവൻ എന്ത് മരണം എന്തെന്ന് മുഖാമുഖം കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. വീണ്ടും പറയുന്നത് കണ്ണടച്ച് വെടിവെക്കുകയല്ല. അടുത്ത കാര്യം, സ്തോത്രം, judge the false teachers, judge the false spirits. നിങ്ങൾക്കറിയാണ്, കള്ളപ്രവാചകന്മാരും വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ജഡ്ജ് ചെയ്യുക. Judge the false teachers. 2 Corinthians chapter 11 1-14 നമ്മൾ വായിച്ചാണ്. 2 Corinthians 1 Corinthians വായിച്ചു. ചാപ്റ്റർ 11 1-4 നിങ്ങൾക്ക് അറിയുന്നതാണ്. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയായിട്ട് നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊള്ളായിരുന്നു, അതെ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താ? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കണം. കർത്താവേ സ്തോത്രം, വിധിക്കരുത് 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 എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വായി ഞാൻ സൂചി തുന്നി കെട്ടി വെക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. റിബ്യൂക്ക് ചെയ്യാനാ. ഹല്ലേലൂയ. അപ്പൊ തെറ്റായി പ്രസംഗിക്കുന്നവരെ വിധിക്കാൻ പാടുണ്ടോ? വിധിക്കാമോ? എൻ്റെ പ്രാണനും ആത്മാവിനും വില കൊടുത്തൊരുവനുണ്ട്. എൻ്റെ പ്രാണന്റെ ആത്മാവിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെ തീരുമാനിക്കുന്നത് ഞാനാ. വലിയ സെൻട്രൽ പാസ്റ്ററാണ്, ചർച്ചിന്റെ ഹെഡാണ്, സ്റ്റേറ്റ് ഹെഡാണെന്ന് പറയോ ദേവദാസന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? തെറ്റ് പറഞ്ഞ തെറ്റിനെ തെറ്റെന്ന് ഖണ്ഡിക്കേണ്ടതിന് ആവശ്യമുണ്ട്. അതേസമയത്ത് ക്രിസ്തുവിൻ വിശ്വാസിയെ ബലഹീനരെ വലച്ചു കളയത്തക്കവണ് ഒരുത്തം വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവോ, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിൽ ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. എന്നിട്ട് പറയുകയാണ്, ഞാൻ അതിശ്രേഷ്ഠതയുടെ അപ്പസ്തോലന്മാരൊക്കെ ഒട്ടും കുറഞ്ഞവനല്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അവസാനം 2 കൊരിന്ത്യസിൽ പൗലോസിന് ചോദിക്കുകയാണ് 13-ാം അധ്യായത്തില്, നിന്നിൽ പ്രസംഗിക്കുന്നത് ക്രിസ്തു തന്നെയാണോ? എന്താ അങ്ങനെ വരാൻ കാരണം? വ്യാജ ആത്മാവ് കയറി വന്നു സഭയ്ക്കകത്ത്. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന് അന്ധകാരത്തിന് അധിപതികളും സ്വർലോക ദുഷ്ടാത്മനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ സഭയ്ക്കകത്ത് രാഷ്ട്രീയക്കാര്, കൺവെൻഷനകത്ത് രാഷ്ട്രീയക്കാരെ കെട്ടിവിളിച്ച് വചനം തന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. പീസിൽ സംഭവിച്ചതൊക്കെയാ പറയുന്നത്. നിങ്ങൾ കുമ്മനാട് കൺവെൻഷനൊക്കെ കേട്ടവരല്ലയോ? സംഭവിച്ചത് എന്താ? അവൻ വരുമ്പോൾ അവന്റെ അമ്പലത്തിൽ പോയി ആത്മാവിനെ കൊണ്ടാ വരുന്നത്. ദൈവവാക്യം വരുമ്പോൾ പെന്തിക്കോസ്തരൊക്കെ ആത്മാവില് ഹല്ലേലൂയ. ഇന്ന് രാഷ്ട്രീയക്കാരൻ വന്ന് വചനം പറഞ്ഞു, ഹല്ലേലൂയ. പ്രവചനം നടന്നില്ല. 100-ൽ കൂടുതൽ സീറ്റ് വിട്ടു. ഹല്ലേലൂയ. പ്രവാചകൻ അങ്ങ് പൊക്കി.
ഒരു മുഖലക്ഷണം പറയുന്നതിൻ്റെ അടുത്ത് കൊണ്ടുവന്നാലും അതേ കാര്യം തന്നെ ഒരു മുസ്ലിം പ്രവാചകൻ പ്രവചിച്ചിരുന്നു വി.ഡി. സതീശനെ കുറിച്ച് കൊണ്ട് 100-നും 102-നും ഇടയ്ക്ക് സീറ്റ് കിട്ടുമെന്ന് പ്രവചിച്ചു. അപ്പോൾ ആരോ കുറച്ചും കൂടി സ്പെസിഫിക് ആയിരിക്കുന്നവൻ ഇതാ പറഞ്ഞ ആത്മാവിനെ വിവേചിക്കണം. ഏത് ആത്മാവിനാണ് പ്രവചിക്കുന്നത്? അയ്യോ, പ്രവാചകനെ വിധിക്കാൻ പാടുണ്ടോ? വിവേചിക്കുക എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ചേർച്ച് എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത കാര്യം, ജഡ് ദ അപ്പോസ്റ്റോൽസ്. നിങ്ങൾക്ക് അറിയാമോ അപ്പസ്തോലൻ അല്ലാതിരിക്കുക, അപ്പസ്തോലൻ എന്ന് കളവായി പറയുന്നവരെ നിങ്ങൾ വിവേചിച്ചു, ജഡ്ജിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡ് ദ ഫാൾസ് ക്രിസ്ത്യൻസ്. 1 John 2:18. 1 John. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക എതിർ ക്രിസ്തുകൾ എഴുന്നിട്ടിരിക്കാൻ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. നമ്മുടെ ഇടയിൽ നിന്ന് അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും പേര് പെന്തിക്കോസ്താർ എന്ന പേര് സീനിയർ സെൻട്രൽ പാസ്റ്റ് എന്ന പേര് സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന പേര് നമ്മുടെ ഇടയിൽ നിന്നുള്ളവൻ തന്നെ. എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലയോ? ആരെയാ ജഡ്ജ് ചെയ്തത്? ക്രിസ്ത്യന്. അവരോട് കൂടെ കർത്തൃമേശ എടുത്തവനെ തന്നെ. യോഹന്നാന്റെ കാലത്ത് നടന്നാണ്. അപ്പൊ തെറ്റായ ക്രിസ്ത്യൻസിനെ, തെറ്റായ ഉപദേഷ്ടാക്കന്മാരെ, തെറ്റായ പ്രവാചകന്മാരെ വിധിക്കാമോ? ജഡ്ജ്. നിന്റെ ആത്മാവിന്റെ പ്രാണിന്റെ വില, ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്ന നീയാണ്. വലിയ സ്ഥാനപ്പെടുന്നോ, പേരുണ്ടെന്നോ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നാളെ പരസ്യമാക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നീ അതിനോട് വലഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് നിന്റെ രക്ഷയാണ്. എന്തിനാ പറഞ്ഞല്ലോ സദൃശവാക്യം 4-ാം അധ്യായത്തിൽ നിന്ന്, ഒരുവനെ വീഴ്ചല്ലാതെ ഇത്തരക്കാർ ഉറങ്ങുകയില്ല. ഇനി വാക്യങ്ങൾ വേണോ? ഞാൻ കുറച്ച് വാക്യങ്ങൾ എടുത്തോളൂ. Judge the sin within the church. 1 Corinthians chapter 5 അപ്പൻ്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നവൻ, അതിൻ്റെ എന്താ അപ്പൻ അനിയൻ്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നവൻ. സ്നാപയോഹന്നാന്റെ തല ഛേദിക്കപ്പെടാനുള്ള കാരണം അതാ. ഹെറോദ് അവരോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഫിലിപ്പോസിന്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്ന യോഗ്യമല്ല. യോഹന്നാന് കുഴിച്ചിടുന്ന സമയത്ത് തലയില്ല ശരീരത്തിൽ. ഇത്തരം ഹെറോദക്കന്മാരും പെന്തിക്കോസിലും കടന്നു വന്നിട്ടുണ്ട്. എന്താ? ഉപദേശത്തെ അല്പം മാറ്റിയിരുന്നെങ്കിൽ എല്ലാവരെയും നമുക്ക് പെന്തിക്കോസിലാക്കാമായിരുന്നു. സുവിശേഷം തന്നിരിക്കുന്നത് ദൈവരാജ്യത്തിലാക്കാനാണ്. പാപത്തിന്റെ അടിമത്തിൽ കിടക്കുന്നവനെ അല്ലെങ്കിൽ ലോകത്തെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കാനാണ് സുവിശേഷം തന്നിരിക്കുന്നത്. ഡിനോമിനേഷൻ മാറ്റുവാനല്ല. ഈ അച്ചായന്മാരുടെ ഹൃദയത്തിൽ കടന്നത് ആദ്യകാലത്തൊക്കെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പോലെയായി. അവള് പെന്തിക്കോസിൽ പോയാ, അവൻ പെന്തിക്കോസിൽ പോയാ. എന്താ പെന്തിക്കോസ് എന്ന് പോലും അറിയില്ല. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. പെന്തിക്കോസിൽ ചേർന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. എന്താ പെന്തിക്കോസ് എന്ന് പോലും അറിയില്ല. അതൊരു പഴഞ്ചൊല്ലായി തീർന്നു. അതുപോലെ ഒരു പഴഞ്ചൊല്ലാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. എന്താ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു? ലീഗലിസമായി തീർന്നു. ആ വാക്യങ്ങൾ പറഞ്ഞു കൊടുത്തു. റോമൻസ് 9:10 യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ചെയ്ത് രക്ഷിക്കപ്പെട്ടു. ആ വാക്യങ്ങൾ പറഞ്ഞ മോനെ മകളെ, ഹല്ലേലൂയ, സ്നാനപ്പെടാൻ തയ്യാറായി. വെള്ളത്തിൽ മുക്കി യേശുവിന്റെ രക്തം ചെയ്യാം, കുഞ്ഞാടുത്തെ രക്തം ചെയ്യാം. അതുകൊണ്ട് തെറ്റിനെ തെറ്റെന്ന് പറയുന്നുകൊണ്ട് വെറുതെ അല്ല, കാഹളം പോലെ ശബ്ദമുയർത്തി തന്നെ പറയണം. കാഹളം പോലെ ശബ്ദമുയർത്തി എന്നിട്ട് വരുന്നത് കാണണം. ഞാനോ ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടി ഇരിക്കുന്ന വാഗ്ദത്തം നൽകിയവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു മിഥ്യാധാരണ, ഈ ക്രിസ്ത്യൻ്റെത്തിലുള്ളൊരു മിഥ്യാധാരണയുണ്ട്, വിധിക്കരുത്.
വിധിക്കരുതെന്നോ ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാനാ ഞാൻ ഇതെടുത്തത്. ദൈവ കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ഒരു വ്യക്തിപരമായ വ്യക്തിപരമായ കാര്യങ്ങളല്ല ഞാൻ ജഡ്ജ് ചെയ്തത്. ചർച്ചിനകത്തേക്ക് ഒരു ഡോക്ടറേയും കൊണ്ടുവരുവാണ്, ഡിഫൈൻമെൻറ്റ് ചെയ്യുവാതൊക്കെ വേണം. അതന്നെയാണ് ഞാൻ ഉത്തമ സോങ്സ് ഓഫ് സോളമന് ഉത്തമ ഗീതത്തിൽ നിന്ന് വാക്കിയെടുത്ത് കോട്ട് ചെയ്തത്. അപ്പോൾ ചിലർ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, എന്താ ആഭരണങ്ങളുടെ വിഷയത്തിൽ എന്തിനാ അവിടുന്ന് ഇവിടുന്നൊക്കെ വചനങ്ങൾ കുറേ കോട്ട് ചെയ്യുന്നത്. അതാ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ. എന്താ അതിൻ്റെ അർത്ഥം? പുറമേ നിന്നുള്ള സോഴ്സ് അല്ല, ഉയരത്തിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്ത് പൗലോസ് പറഞ്ഞത്. ഇത് വെറുതെ അങ്ങ് വിധിക്കുകയല്ല ചെയ്തത്. ദൈവസ്ഥലത്തിൽ മുട്ടുമടക്കിയിട്ട് ഈ ഇതിൻ്റെ പുറകിലെന്താ കാര്യം, എന്താ സ്പിരിറ്റ്, എന്താ ഇത് കേൾക്കുന്ന ആത്മാക്കളുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട്, ലൈവായിട്ട് കേൾക്കുന്ന ആത്മാക്കളുടെ സ്പിരിച്വൽ സ്റ്റേറ്റസ് മനസ്സിലാക്കിയിട്ട് അവർ ഇത്തരം കാര്യങ്ങൾ വേവറിങ് ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം അവർ സ്പിരിച്വലായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി ജാഗരിക്കുന്ന കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉപദേശിക്കുന്നത്. യൂട്യൂബിൽ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇതിൻ്റെ അടിസ്ഥാനമായ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിലുണ്ട്. ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞ ഒരു 10-12 ക്ലാസ് ഉണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നവർ അത് സെർച്ച് ഒന്ന് കേട്ടാൽ അടിസ്ഥാന ഉപദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും ധൈര്യപ്പെടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇപ്പോൾ ലൈവായിട്ട് ശബ്ദം കേൾക്കുന്ന നേരത്തെയും യൂട്യൂബിൽ കേൾക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദങ്ങൾ കർത്താവ് നിന്നോട് ചേരുവാൻ, നിന്നോട് നിരക്കുവാൻ തക്കവണ്ണം കാരണമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയും മുറിപ്പെടുത്തുവാനല്ല, ആരെയും വ്യക്തിപരമായിട്ട് കണ്ടം ചെയ്യുവാനല്ല കർത്താവേ. നിൻ്റെ ശരീരമാണ് സഭയ്ക്കകത്ത് വ്യാജത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ മൗനമായിരിക്കാതെ കാവളം പോലെ ശബ്ദമുയർത്തി നിൻ്റെ അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശബ്ദമുയർത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്മേ പ്രവർത്തിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഭൂമണ്ഡലത്തിൽ മാറ്റിക്കളയുമെന്ന് വാശി പിടിച്ചുകൊണ്ട് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, മതങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വക്രത പ്രവർത്തിക്കുന്ന ജനത്തിനു മേൽ യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലെ നേക്ക് സ്ഥിരമായിരിക്കുന്നു. അവൻ്റെ രാജ്യത്ത് സകലത്തെയും ഭരിക്കുന്നു പറയാത്തക്കവണ്ണം കർത്താവ് നിൻ്റെ പ്രവൃത്തിയിൽ കാണുമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.